ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടിയിട്ടമ്മ. ഇന്ന് നമുക്കേ ഒരു ചേമ്പും താളും പിന്നെ അതിന്റെ ഇല അങ്ങനെ കെട്ടുക. ഇവിടെ ഇല കാണാനില്ല. ഇതാക്കണ്ടില്ലേ, കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടണം. നമ്മുടെ ഈ മുടിയുടെ ഇലയൊക്കെ കെട്ടിയിടില്ലേ, അതുപോലെ. അതെങ്ങനെ അറിയോ? അതും കാണിച്ചു തരുമോ? കാണിക്കണ്ട. വേണ്ട, ഇങ്ങനെ ചുരുട്ടുക. എവിടെ? ഇതിപ്പോ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ 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 ചുറ്റി കൊടുക്കുക. ചുറ്റി 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 ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുണ്ട്, ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ എടുക്കുക. ഇത് പെൺകുട്ടികളുടെ ജട കെട്ടും പോലെ തന്നെ. അതന്നെ, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ, കണ്ടില്ലേ? അത് ചിലതൊക്കെ അഴിഞ്ഞൂന്ന് വരും. എനിക്കിത് ശരിക്കും കെട്ടാനൊന്നും അറിയില്ല. അവിടെ കർണാടകയിലെ ആൾക്കാർ സൂപ്പറായിട്ട് കെട്ടും, അറിയേയില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ സ്റ്റൗ അതിന് വേണ്ട സാധനങ്ങള് എന്താണ്? മഞ്ഞളും മുളകും പച്ചക്ക് ഇങ്ങനെ അരച്ചിട്ടാ, മഞ്ഞളും മുളകും. ഓക്കെ, പിന്നെ ഉണക്കമുളക് വറവിടാനാണ്, വെളുത്തുള്ളി, ചെറിയുള്ളി, കടുക്. ഇത്രയുണ്ട്, സിമ്പിൾ കറിയാണ്. നമ്മളൊക്കെ കുറച്ച് പുളി. അല്ല, നമ്മളൊക്കെ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആദ്യം നോക്കി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് വളർന്നൊരു കാലുണ്ടായിരുന്നു. വെള്ളം വെച്ചെടുക്കുക. അല്ല, പണ്ടൊരു കാലത്ത് ഇതൊക്കെ മാത്രം കഴിച്ച് ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ കണ്ടല്ലോ. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്. പണ്ടൊക്കെ ഈ കാടൊക്കെ വെട്ടിപ്പിടിച്ച് നാടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവിടെ കൃഷി ചെയ്തും വന്യമൃഗങ്ങളോട് മല്ലിട്ടും കേട്ടിട്ടുണ്ടല്ലോ, കാണണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടാണോ അമ്മ? കേട്ട് മനസ്സിലാവില്ലേ? അല്ല, അമ്മ കണ്ടിട്ടുണ്ട്. അല്ല, കാട്ടിലൊക്കെ പോയി കാടോട് മല്ലിട്ട് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മ? പിന്നെ നമ്മുടെ കുടുംബത്തിലാരും കാരണന്മാരങ്ങനെ ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അല്ല, ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. അതന്നെയാണ് അമ്പ് ഞാനും കേട്ടിരിക്കുന്നത് കേട്ടോ. അമ്പടി അങ്ങനെ ആക്കാൻ നിൽക്കല്ലേ കേട്ടോ. എന്നെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ പുറപ്പെട്ടു വന്നാണോ തോന്നുന്നു അല്ലേ? ഞാനും കേട്ടിറക്കന്നെ ഉള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ കരടി ആനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ ആനേനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആനേനെ ഏകദേശം കണ്ടുകൊണ്ടിട്ടുണ്ട്. ഏയ്, തെറ്റിദ്ധരിക്കരുത്. ഇത് എന്താ ഇപ്പം സമയം നമുക്കറിയില്ലേ? ഓരോ നേർച്ചയും അത് ഇതൊക്കെ ഇല്ലേ? അപ്പം ആന നമ്മൾ വഴി കൂടെ കാണില്ല. അമ്മ എന്താ വിചാരിച്ച്? അല്ല, അമ്മ എവിടെ ആനാന്ന് വന്നിട്ട് പെട്ടെന്നൊരു നോട്ടം നോക്കിയപ്പോൾ അമ്മ വേറെന്തോ തെറ്റിദ്ധരിച്ചു. അതെനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. പണ്ട് മധുരയില് ശ്രീകൃഷ്ണൻ, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം നാരദര് അവിടേക്ക് വന്നു. പക്ഷെ ഈ നാരദര് വന്നു കഴിഞ്ഞാൽ എന്തും നാരദർക്ക് ഒരു തൊഴിലാണ്, കലഹപ്രിയനാണല്ലോ. പക്ഷെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. എന്താണെങ്കിലും അവസാനം അത് നല്ലതിനാണ്. കലഹപ്രിയനാണ്, കലഹം ഉണ്ടാക്കും എവിടെ വന്നാലും. ഒരു ലക്ഷ്യം ഉണ്ടാവും, അത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നേരെ രുക്മിണി ദേവിയുടെ അവിടെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഓരോരോ സംസാരമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് പറഞ്ഞു, ശ്രീകൃഷ്ണനെ ദേവിമാരായ നിങ്ങൾ രുക്മിണി ദേവിയോടോ ഭാമയോടോ ഒന്നുമല്ല, സ്നേഹം ഗോപികമാരോടാണ്. വൃന്ദാവനത്തിലെ ഗോപികമാരെ കഴിച്ചിട്ടുള്ളൂ ശ്രീകൃഷ്ണന്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അത് ഈ ലോകത്തിനെ അറിയോ, അത്രയ്ക്ക് ഇഷ്ടമാണ് അവര്. അത് കഴിച്ചിട്ടാണ് മറ്റെല്ലാം ഉള്ളൂ എന്ന് പറയും. അപ്പൊ സഹജമായിട്ട് എന്താണ് സംശയം കിട്ടാൻ കാത്തിരിക്കും. രുക്മിണി ദേവിക്ക് ഭയങ്കര ഒരു സങ്കടം, ദേഷ്യമൊക്കെ വന്നിട്ട് വേഗം കയറി അകത്തേക്ക് പോയി. നീ കൃഷ്ണൻ പിന്നാലെ വന്ന് സമാധാനിപ്പിക്കുന്നുള്ളൊരു ഇത് എങ്ങനെ ഉണ്ടാവുമല്ലോ, പിണങ്ങി പോകുമ്പോ ഭർത്താക്കന്മാര് വന്ന്. അപ്പൊ അത് കണ്ടപ്പോ കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണന് മനസ്സിലായി നാരദർ നല്ല പണിയാണ് ചെയ്തത്. ഇത് എന്റെ അടുത്തേക്കാണ് ഭാര്യയായിട്ട് വരുന്നത്. അപ്പൊ ഇതിപ്പോ എന്റെ അടുത്ത് ഇതിനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് മുമ്പ് തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം. അല്ല, കൃഷ്ണനും പോലും വെറുതെ വിട്ടില്ലേ ഭാര്യമാരല്ലേ? അപ്പൊ കൃഷ്ണ മനസ്സിൽ വിചാരിച്ചു ഇതിനൊരു പരിഹാരം ഞാൻ കാണണം. അത് ഒരു
ഞാൻ പറഞ്ഞു കൊടുത്ത് അതിനെക്കാളും അനുഭവത്തിലൂടെ ഇവരെ അറിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദനയോ? തലവേദന എന്ന് പറഞ്ഞ തലവേദന. അയ്യോ എനിക്ക് തല പൊട്ടിപ്പൊടിയുന്നു, അയ്യോ ഏതെങ്കിലും വൈദ്യരെ വരാൻ പറയൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. ഭഗവാന് കൃഷ്ണന് തലവേദന. എല്ലാവരും ഓടി വന്നു. രുക്മിണി വന്നു, മാമ വന്നു, അരമനയിലുള്ള എല്ലാവരും വന്നു, കൊട്ടാരത്തിൽ നിന്ന് എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് നോക്കുമ്പോൾ അയ്യോ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ നിങ്ങൾ, എനിക്ക് തല പൊട്ടിപ്പൊളിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇത് ആർക്ക് കൃഷ്ണന്. അപ്പോൾ നാരദർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ ഈ ഭഗവാനൊരു തലവേദനയോ, ഇതെന്തായാലും ഭഗവാനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയിട്ട് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇതെന്താണ്, എന്തിന്റെ നാടകമാണിത്, നിങ്ങൾക്ക് തലവേദനയോ, അതും ലോകത്ത് അതിശയങ്ങളിലൊന്ന്. ഇതൊക്കെ ഈ നാരദർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനു വേണ്ടിയാ സ്വാമി ഇതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, അത് മാറാണ്ട് ആ സമയത്താണ് നാരദരെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. പക്ഷെ എന്റെ ദൈവമേ, ഇത് പണ്ടത്തെ ശിവാജി ഗണേശന്റെ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ. ഞാൻ സിനിമയാണ് കാണുന്നത്, അമ്മേനെയാണ് കാണുന്നത്. നാരദർ പറയും, അപ്പൊ നാരദർ പറയും ഇതിന് ഒരു പോംവഴിയില്ലേ, ഭഗവാന്റെ കയ്യിൽ അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ടാവില്ലേ, അത് പറയൂ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യാതാവും. പിന്നെ നാരദന് സങ്കടമായി. നാരദർക്ക് ഇത് ശരിക്കുള്ള തലവേദന എന്നുള്ളതിൽ നാരദർക്കും സങ്കടമായി. അപ്പൊ നാരദർ അങ്ങനെ ചോദിച്ചതും കൃഷ്ണൻ പറയും ഇതിന് ഒരു മരുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റിയ എൻ്റെ തലവേദന ഒപ്പമാണെന്ന്. എന്താണ് പറയൂ, നമ്മളത് എവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് ചെയ്യാമെന്നുള്ളൂ. അപ്പം പറയാം അത് എവിടെയും പോകുമൊന്നും വേണ്ട, എന്നോട് അതിയായ ഭക്തിയും സ്നേഹവും ഉള്ള നിർമ്മലമായ സ്നേഹമുള്ളവർ ആരാണോ അവര് നടക്കുന്ന വഴിയിലെ അവരുടെ പാദധൂളിയില്ലേ, എന്താ പറയാ, പാദം പതിഞ്ഞ മണ്ണ്, പാദധൂളി, കന്നഡത്തിൽ പാദധൂളി എന്നാ പറയാ. ആ ഒരു നമ്മളിപ്പോൾ നടക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ പറ്റുന്ന മണ്ണ് അത് കൊണ്ടുവന്നിട്ട് ഒരു തുണിയിൽ ലേപം ചെയ്ത് എൻ്റെ നെറ്റിയിൽ, കാലിൻ്റെ അടിയിലുള്ള മൺതരികളെന്നും പറയാം, അത് കൊണ്ടുവന്നിട്ട് എൻ്റെ നെറ്റിയിലൊരു തുണിയിൽ നനച്ചതിട്ട എൻ്റെ തലവേദന അപ്പമാണെന്നു. അത് കേട്ടു നാരദൻ പറയാം, എന്ത് ഭഗവാന് എൻ്റെ ഇപ്പം എനിക്ക് ഭക്തി, നിർമ്മലമായ ഭക്തി എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ കാൽ പതിഞ്ഞ ആ മൺതരികൾ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ നെറ്റിയിലൊട്ടിക്ക് ഒരിക്കലും എന്നെ കൊണ്ട് അത് സാധ്യമല്ല എന്ന് പറയും. ആര്? നാരദര്. അതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെ പറയാം, പേടിയാവില്ല. ഇതെന്തായി പറയണത്, പരബ്രഹ്മത്തിന്റെ നെറ്റിയിൽ നമ്മുടെ കാലിന്റെ കാൽതൂളുകൾ കൊണ്ടുപോയിട്ട് തുണി കൊണ്ട്, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ വല്ലാത്തൊരു മരുന്നായി പോയല്ലോ അത്. വേറെ എന്തെങ്കിലുമൊക്കെ പറയാ. എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കാലടിയിലെ ഇതൊരു മൺതരികൾ എടുത്തിട്ട് അതിന്ന് എന്റെ നെറ്റിയിൽ തുണിയിൽ ഒട്ടിച്ച് എന്നാ മാറുന്നൊക്കെ പറയുമ്പോ ഭയങ്കര പരീക്ഷണമാണ്. എന്നാലും ഇത് ഇത്ര ഓവറായി പോയിട്ടോ, അത് ആരും ധൈര്യപ്പെടില്ലല്ലോ ചെയ്യാൻ. ആവട്ടെ വേവട്ടെ. അപ്പോ നാരദർ പിന്മാറും. അപ്പൊ രുക്മിണി ദേവിയോട് പറഞ്ഞു, രുക്മിണി ദേവി ഞാൻ ഈ പാവം ഏൽക്കാനോ, ഭഗവാൻ എൻ്റെ കാലിനടി വെച്ച മൺതരികൾ നെറ്റിയിൽ ലേപനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പാവം ഞാൻ ഏൽക്കണോ, എന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ ഭഗവാനാണല്ലേ അത്, ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് സത്യഭാമയും പറഞ്ഞു, അവിടെയുള്ള എല്ലാവരും അത് വന്നു. അപ്പോൾ കൃഷ്ണൻ പറയും, അതെ നാരദരെ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഈ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യ, നിങ്ങൾ വൃന്ദാവനത്ത് പോയിട്ട് ഗോപികമാരോട് പറയും, ഗോപികമാർ അതിന് എന്തെങ്കിലും ഒരു പൊമ്മഴി ഉണ്ടാവും. കൃഷ്ണൻ അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്. കൃഷ്ണന്റെ ഒക്കെ ഒരു യോഗം നോക്കണം. 2 ഭാര്യമാരുണ്ടായിട്ട് വൃന്ദാവനത്ത് ഒരു കൂട്ടം ഗോപികമാര്, അവിടെ പോയ എല്ലാത്തിനും ഉത്തരം കിട്ടൂലേ. ചെറുതൊക്കെ കൃഷ്ണനെ കൊണ്ട് പഠിക്കാനുണ്ട്, പരീക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ പോകും, ഇവർ പോകും, പോയിട്ട് അവിടെ പോയിട്ട് ഗോപികമാരും നാരദനെ കണ്ടതും. ഈ ഗോപികമാരിൽ നമ്മുടെ രാധാദേവി ഉണ്ടായിരുന്നു അവിടെ, എല്ലാരും ഉണ്ട്. അപ്പൊ ഗോപികമാരും രാധയും ഗോപികമാരൊക്കെ കൂടി ഉള്ള സമയത്ത് ഇവരെ കണ്ടതും നാരദരെ അവിടെ നിന്നാ വരുന്നെന്ന് അറിയാലോ. അപ്പൊ കൃഷ്ണന്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടി അവര് വിവരാജോടെ ഓടി വരികയാണ്. കൃഷ്ണനോടെ ഇല്ലല്ലോ, ആ വിരഹത്തിൽ ഇരിക്കുകയല്ലേ. അപ്പൊ അവര് ഓടി വന്നിട്ട് കൃഷ്ണന്റെ വിവരമൊക്കെ തിരക്കൂ, ഞങ്ങളുടെ കൃഷ്ണന് സുഖാണോ, കണ്ണന് സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോ, അയ്യോ ഒന്നും പറയണ്ട ഗോപികമാരെ, നിങ്ങളുടെ കണ്ണൻ തലവേദന കൊണ്ട് അവിടെ പുളകം കൊള്ളുകയാണ്, അപ്പം പുളയുകയാണ് ഇങ്ങനെ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, അതിനൊരു മരുന്നുണ്ടെന്ന് പറയും. എന്ത് മരുന്നാണ് ഇവിടെ ഉള്ളത് ചോദിക്കാം. പറയും
ഇങ്ങനെ ആരാണോ നിർമ്മലമായ സ്നേഹം അതിയായ ഭക്തിയൊക്കെ ഉള്ള അവരുടെ കാൽപാദം ആ മൺതരിയിൽ അത് ലേപനം ചെയ്യണം. അതാണ് പറയുക. അപ്പം ഇവർ ഒന്നും ആലോചിക്കില്ല. ഗോപികമാരെല്ലാവരും കൂടി ഗോപികമാരെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് വലിയ ഒരു വെള്ള തുണി വിരിക്കും. വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവർ നൃത്തം ചെയ്യും സ്പീഡിൽ. ആ സമയത്ത് അവർ കാലടിയിൽ മണ്ണിങ്ങനെ എന്നിട്ട് ആ തുണീനെ അവർ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തു. ഇത് കൊണ്ടുപോയി കൃഷ്ണൻ്റെ നെറ്റിയിൽ ലേപനം ചെയ്യുന്നു. ആ തുണി ഇട്ട് കൊടുത്തു. അതുകൊണ്ട് വന്ന് അത് ചെയ്തപ്പോഴേക്കും കൃഷ്ണൻ്റെ തലവേദന മാറി. അപ്പോൾ ഇതെന്തൊരു മായം എന്ന് പറയുമ്പോൾ പറയും അതാണ് നിർമ്മലമായ ഭക്തി, നിർമ്മലമായ സ്നേഹം. എന്താ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് എന്നോട് അതിയായ സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോഴും നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു നിമിഷം ചിന്തിച്ചു, ഇത് ഭഗവാന്റെ നെറ്റിയിൽ നമ്മുടെ ഈ പാദത്തോട് പതിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പാപം കിട്ടുമെന്ന് ഓർത്തു. പക്ഷെ അവർ ഒന്നും ഓർത്തില്ല. ഭഗവാന്റെ തലവേദന മാറണം, നമ്മുടെ കാര്യം എന്താണോ എന്നുള്ളത് അവർ ഓർത്തതേ ഇല്ല. കാരണം അവരത്രയ്ക്ക് മുഗ്ധരാണ്. അതായത് അവരുടെ മനസ്സിൽ വേറൊരു ചിന്തയുമില്ല. ഭഗവാന്റെ തലവേദന മാറണം, അതിന് ഞങ്ങളിത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് നരകം കിട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അതാണ് സരളമായ മുഗ്ധരായ മനുഷ്യരുടെ സ്നേഹം. മനസ്സിലായോ? അപ്പോൾ ഈ സരളമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ സരളമായി പൂജിച്ചാൽ മതി. പക്ഷേ ആ പൂജ നിർമ്മലമായിരിക്കണം. നിർമ്മലമായ മനസ്സ്, സത്യസന്ധമായ ഭക്തി, ആത്മാർത്ഥത നിറഞ്ഞതായാൽ അവിടെ അല്ലാണ്ട് ആഡംബരം കൊണ്ടൊന്നും ഭഗവാനെ മൂടേണ്ട ആവശ്യമില്ല. നിർമ്മലമായ സ്നേഹം, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രം മതി. അതിനെക്കാട്ടിലും വലിയ ഭക്തി ഈ ലോകത്തില്ല. നല്ലൊരു കഥ, എനിക്ക് ഭയങ്കര ഇംപ്രഷനായി. എനിക്കതൊരു മെയിൻ പോയിന്റ് പിടികിട്ടത് എന്തറിയോ? ഇനി ഈ കെട്ട് ഇതിലിട്ട് കൊടുക്കാം. ആരുണ്ടോ ഇല്ലേ കുറച്ച് ഗോപിമാർ എവിടെയെങ്കിലും ഉണ്ടാവണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിർമ്മലമായ സ്നേഹം അവിടെ ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ നമുക്ക് മനസ്സിലായില്ല കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്നത് അത് പുരുഷനായാലും ശരി, അവരെ ഗോപികമാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന നല്ല ഫ്രണ്ട്സ് ആയാലും ശരി, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും അമ്മ. അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമുക്ക് നിർമ്മലമായ എന്തെങ്കിലും ഒരു സ്നേഹം കിട്ടുക അല്ലേ? ഒരു കഥ കേട്ട് എൻ്റെ മകൻ മനസ്സിലാക്കിയൊരു ബുദ്ധി നോക്കണേ. ഇത്രയും നല്ലൊരു കഥ പറഞ്ഞിട്ട് അതിൽ ഗോപികമാന്റെ കാര്യം മാത്രമാണ് ഇവന്റെ മൈൻഡ്. എനിക്കറിയാം അങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരില്ലൂ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ എല്ലാവരും പറയും മൗനത്തിന് ഒരുപാട് ശക്തി ഉണ്ടെന്ന്. അപ്പം ഞാൻ ആലോചിക്കും, ഈ മൗനത്തിന് എന്താണ് ശക്തിയുള്ളത്? കാരണം പ്രതികരിക്കുന്നതിനേക്കാളും നല്ലത് മൗനമായിട്ടിരിക്കുകയാണ്, പ്രതികരിക്കാതിരിക്കുക, ചില ഇടങ്ങളിൽ സംസാരിക്കാതിരിക്കുക, ചില സന്ദർഭങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുക. അതുകൊണ്ട് തോറ്റുപോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രതികരണശേഷി ചില സമയത്ത് നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചോടെ ചിലപ്പോൾ വിഡ്ഢികളായിരിക്കും മുന്നിലിരുന്ന് സംസാരിക്കണത്. എല്ലാം അറിഞ്ഞിട്ട് മൗനം പാലിക്കുക എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം ഉണ്ടല്ലോ, അതൊക്കെ ആൾക്കാർ പറയുമ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം. പക്ഷേ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിന് വേണ്ടത്ര വിൽ പവർ വേറെ ഒന്നിനും വേണ്ടി വരില്ല. പ്രതികരണം പെട്ടെന്ന് കഴിയും. ഒരാൾ എന്താടോ എന്ന് പറയുമ്പോഴേക്ക് ഏതാടോ എന്ന് ചോദിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. പക്ഷേ അതിനെ മൗനമായിട്ട് നമ്മുടെ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ശരിക്കും കുറേ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എത്ര വലിയ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അമ്മ ആലോചിക്കണത് അല്ല, എല്ലാവരും ആലോചിക്കണമല്ലോ. അപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിക്കരുത്, എല്ലാവർക്കും ആലോചിക്കാം. അപ്പോൾ ഈ പ്രതികരണം എന്ന് പറയുന്നത് കറണ്ട് പോയാൽ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ പോലെയാണ്. കാരണം ഇതിന് ഇത്രയും പവർ ഉണ്ട്. കാരണം എന്താ പറയുക, ഒരു കറണ്ട് പോയി ഇരുട്ടായി പെട്ടെന്നൊരു പ്രകാശം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജനറേറ്റർ ഓൺ ചെയ്യണം പറയും പോലെ നമ്മുടെ ഉള്ളിലൊരു അഗ്നിപർവ്വതം കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും ചെയ്യാത്തത് നമ്മളോട് പറയുമ്പോൾ, അരുതാത്തത് നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ വിമർശിക്കുമ്പോൾ അവൻ്റെ മുമ്പത്തെ മൗനം പാലിച്ചൊരു ഇരിപ്പുണ്ടല്ലോ, അവർ ആ ഭരണ വർത്താനൊക്കെ കേട്ട് ശരിയാണ്, ഇവൻ്റെ ഭാഗത്താണ് എല്ലാം ശരി വന്നത്, എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഇരിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ അമ്മ. അതെന്തോ പറയില്ലേ, അഗ്നിപർവ്വതം ഇങ്ങനെ കുറേ വർഷം ഉള്ളിലിങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാന്ന് പറയില്ലേ. ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ആ നിമിഷം എല്ലാ ബന്ധങ്ങളെയും നശിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുക, മൗനം പാലിക്കുക എന്ന് പറയാന്ന് പറഞ്ഞാൽ ചില ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി അത്യാവശ്യമാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിച്ച് പോണവരെയും നമ്മുടെ കഥാപാത്രം ഇവിടുന്ന് അവസാനിച്ച് പോണവർ നമുക്ക് ഈ ഭൂമിയിൽ ബന്ധം നിലനിർത്തി പോകണമെങ്കിൽ സത്യമായിട്ടും ചില ഇടങ്ങളിൽ മൗനം പാലിച്ചേ പറ്റൂ. കാരണം നമുക്കെല്ലാം വിട്ടുകളയാൻ പറ്റില്ല, എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. ചില ബന്ധങ്ങൾ നമുക്ക് വേണ്ടി വരും. കാരണം
നമ്മളൊക്കെ പരസ്പരം മരിച്ചു പോയാലും കൂടി മറക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങളെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ അവർ ശരിയല്ലാത്ത പറയുമ്പോൾ നമ്മൾ മൗനം പാലിച്ചേ പറ്റൂ. കാരണം ജീവിതം മുന്നോട്ട്, ഒരു കുടുംബം, ആ കുടുംബ ഭദ്രത ഉറപ്പോടുകൂടി പോകാൻ വേണ്ടിയിട്ട് മൗനം പാലിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വട്ടം നിങ്ങളതിൽ ജയിച്ചു കഴിഞ്ഞാൽ, സത്യം പറയാം, കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ ആലോചിക്കും, അന്ന് ഞാൻ ഇത്രയൊക്കെ വിട്ടിത്തരം പറയപ്പോൾ എങ്ങനെയായിരുന്നു അവരതൊക്കെ സഹിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നതെന്ന് അവർ ആലോചിക്കുമ്പോൾ മനസ്സിലാവും എവിടെയോ എത്തി, എവിടെയോ ആണ് ആ മനുഷ്യനൊക്കെ. കാരണം ആ ഒരു സന്ദർഭം അവർക്കും വരും ജീവിതത്തിൽ. അന്ന് അവർക്ക് ഇതുപോലെ ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് തീർച്ചയായിട്ടും ആലോചിക്കും, അന്നൊക്കെ എൻ്റെ വാക്കുകൾ കേട്ട്. ഇപ്പം ഞാനൊരു വാക്ക് പറയാണ്, എൻ്റെ അമ്മ അത് കേട്ടുകൊണ്ടത് സൈലൻ്റായിട്ടിരുന്നിട്ട്, എൻ്റെ അമ്മ ഉള്ളിൽ സങ്കടമോ ദേഷ്യമോ ഒക്കെ വന്നാലും ആരോടും ഒന്നും പറയാണ്ട് സൈലൻ്റായിട്ടിരുന്നിട്ട് അതിനെ പ്രതികരിക്കാതെ മൗനം പാലിക്കണ്ടെങ്കിൽ എനിക്കൊരു സമയം വരുമ്പോൾ ഞാൻ ആലോചിക്കും, എങ്ങനെയായിരുന്നു എൻ്റെ അമ്മ അന്ന് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ സമയം സാക്ഷ്യപ്പെടുത്തും. എന്ത്? ഈ മൗനം, അതിന് എത്ര സഹനശക്തി ഉണ്ടായിരുന്നു, അതെത്ര പവർഫുള്ളാണ്. അനേകമായിരം ആയുധങ്ങൾ ഒരുമിച്ച് പിടിച്ച് ഒരാളിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളിലും വലിയ പവറാണ് നിശബ്ദത, സൈലൻറ്റ്. സംടൈം അല്ലമ്മ, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഒരേ ഒരു കാര്യം എന്ത് പറഞ്ഞാലും കേൾക്കാത്ത എൻ്റെ സ്വഭാവം കണ്ടില്ലേ, ഒരു ഇത്തിരി എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായെന്ന് പറഞ്ഞു ഞാൻ ലോകത്തെ ഏറ്റവും സൈലൻ്റായിട്ട് മാറി. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്യാമറ പിടിക്കുന്ന സമയത്ത് അറിയാണ്ട് വല്ല വിട്ടിത്തരൊക്കെ വായിന്ന് വന്നു പോകുന്നല്ലാതെ ഞാനിപ്പോൾ ടോട്ടലി സൈലൻ്റ് ആയില്ല. അമ്മ പറയാറില്ലേ, ഒരു 20 വയസ്സ് വരെ എൻ്റെ മകൻ സംസാരിക്കുന്നേ കൂടുതൽ കേട്ടിട്ടില്ല. അത് ആരോടും സംസാരിക്കില്ല. കൂട്ടുകാരോടും 2-3 ശബ്ദങ്ങൾ മാത്രം സംസാരിക്കുന്നു. കൂട്ടുകാരന്മാരെ ജീവനാണ്. എന്നാൽ പുറത്തിറങ്ങിയ ബന്ധുക്കളോട് സംസാരം ഇല്ലേ? ഇനി അച്ഛനോടുണ്ടോ, അമ്മയോടുണ്ടോ? ആരോടും സംസാരിക്കാതെ നിശബ്ദമായിരുന്ന ആ കുട്ടി എവിടെ പോയി? എപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട്, എവിടെ പോയി? ഇത്രയും വലിയൊരു വായാടിയായി മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞൊരു 15 ദിവസത്തിനുള്ളിൽ ഞാൻ പണ്ടത്തെ രഞ്ജിത്തായി മാറി. പണ്ടത്തെ ആ ചെറിയ കുട്ടിയായി മാറി. കാരണം ഞാൻ ഫുള്ള് സൈലൻ്റായി. പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റിയുടെ അവാർഡ് സിനിമ പോലെ അതിൻ്റെ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറേറ്റർ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ജനറേറ്റർ. കടുകാണോ നമ്മുടെ ജനറേറ്റർ? അല്ല, ഒരു ജനറേറ്റർ വരുമ്പോൾ അത് കടുകാന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇന്ധനം എന്ന് പറയില്ലേ, ആ ഇന്ധനമാണ് ആര്? നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ. അതാരായാലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ അമ്മയായിരിക്കും. മിക്കവാറും എല്ലാ മക്കളൊക്കെ അമ്മമാരുടെ ജീവനായിരിക്കും. ചില സന്ദർഭം കാരണം കൊണ്ട് അത് കാണിച്ചില്ല എന്ന് വരും. അമ്മേനെ മറക്കുന്ന മക്കൾ മിക്കവാറും ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മക്കളെ അല്ല, ചില സന്ദർഭങ്ങൾ അവർക്ക് ഉണ്ടാവും. അവർ മൗനം പാലിച്ചുണ്ടാവും. കാരണം എന്താ, അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. എവിടെ അമ്മയോട് സ്നേഹം പ്രകടിപ്പിച്ചു പോയാൽ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് പ്രകടിപ്പിക്കാത്ത എത്രയോ മക്കളുണ്ടാവും, അറിയോ? അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. ചില പെൺമക്കളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. എവിടേക്കാനും കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ ഭർത്താവിനാണെങ്കിൽ അമ്മേനെ സ്നേഹിക്കുന്ന ഇടയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് വെച്ചോളൂ. ഇതാരാ? ഞാനാ? അതെന്താ എന്നെ വിളിച്ച് കാണിച്ചേക്കണമ്മ? അപ്പൊ അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഞാൻ എന്താ പറഞ്ഞു, കല്യാണം കഴിച്ച് കൊടുത്ത വീട്ടിൽ അവർക്ക് ചിലപ്പോൾ അവൻ്റെ അമ്മയോട് കൂടുതൽ സംസാരിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, പല പുരുഷന്മാരുടെ ധാരണ എന്താ വെച്ചാൽ ഈ കുടുംബകലഹം ഉണ്ടാക്കണത് ഈ ഭാര്യമാരുടെ അമ്മമാരാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ അമ്മമാരോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആകുമ്പോൾ എന്താവും, അവർക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രകടിപ്പിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അവർ ആ ആഗ്രഹങ്ങളുടെ ഉള്ളിലിങ്ങനെ ഒതുക്കി വെച്ചിട്ട്, അയ്യോ എൻ്റെ അമ്മയോടൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അവർ നിൽക്കുന്ന വീട്, അവൻ്റെ ഒരു അമ്മായിയമ്മ ഉണ്ടാവും, അവരുടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും അവൻ്റെ ചുറ്റുവട്ടങ്ങളിൽ. അവരുടെ ചിലപ്പോൾ അവൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ അമ്മ വീട്ടുകാരെ ഇഷ്ടമല്ലെങ്കിൽ അമ്മമാർക്ക് മിണ്ടാൻ പറ്റുമോ? അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഒക്കെ ഉണ്ടാവും. ആ സാഹചര്യം കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നല്ലാതെ പ്രസവിച്ച് ജന്മം നിന്ന് വളർത്തി വലുതാക്കിയ അമ്മയോടൊരു പൊന്നാരില്ലാത്ത ഒരു മക്കളും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവില്ല എന്ന് എൻ്റെ ഒരു ഉറപ്പ്. കാരണം എന്താ പറയുക, ഉള്ളിലൊരു തേങ്ങൽ, ഒരു സന്തോഷം, ഒരു സങ്കടം, ഇതിനൊക്കെ വരുമ്പോൾ നമ്മുടെ വായിന്ന് വരുന്നൊരു വാക്കുണ്ട്, അമ്മ എന്ന്. മനസ്സിലായില്ലേ? കഴിഞ്ഞത്. അപ്പോൾ ആ പവിത്ര ബന്ധത്തിന് ഒരിക്കലും തോൽവിയില്ല. അവരാണ് ഈ മക്കളെ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കളെ ചില സന്ദർഭങ്ങളിൽ നിശബ്ദരായിരിക്കും, മൗനം പാലിക്കും. അതാണ് മക്കളെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു അമ്മയും കൂടി ഈ ലോകത്തുണ്ടാവില്ല. എന്തിനാ നീ ഇങ്ങനെ ചാടിക്കളിക്കുന്നത്? അവൻ എന്തോ പറഞ്ഞിട്ട് പോട്ടെ, നീ നിശബ്ദമായിരിക്കുമ്പോഴാണ് നിനക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ അന്ന് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ജീവിത സാഹചര്യങ്ങളൊരു നിശബ്ദതയിലേക്ക് അവനെ കൊണ്ടുവന്നിരുത്തുമ്പോൾ ഇവിടെ സംസാരിച്ച് അവന് വേണ്ടപ്പെട്ടത് വല്ലതും, അവൻ്റെ ബന്ധം തകർന്നു തൂങ്ങുന്ന സമയത്ത് എല്ലാ സംഘർഷങ്ങളും ഒരുമിച്ച് വന്നാലും നിശബ്ദ പാലിച്ച് എവിടെയെങ്കിലും റൂമിൽ പോയിട്ട് ഞാൻ ജയിച്ചു എന്ന് പറയുന്നൊരു ജയം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ജയമാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 1000 അമ്പ് കൊണ്ട് കുത്താൻ വരുമ്പോഴും 1000 അമ്പുകളുടെ കയ്യിലുള്ളപ്പോഴുള്ളൊരു പവർ ഉണ്ടല്ലോ മനുഷ്യന്, അത്രയും വലിയ പവറാണ് സൈലൻസിനുള്ളത്.
അപ്പൊ കണ്ടില്ലേ താളുകറി താടുകരി കണ്ടു. ഉണ്ടാ. ഇത് ചില കെട്ടൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടാവും, ചിലത് കഴിയില്ല. പക്ഷെ എന്താ പറയാമ്മ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ നാടൻ കറികൾ ഉണ്ടാക്കണ കാണുമ്പോൾ എനിക്കൊരു ഇത് കണ്ടോ, സന്തോഷം. ഇതുണ്ടോ ഇങ്ങനെ കിടക്കും. പക്ഷെ ചിലതൊക്കെ കെട്ടുമ്പോ ശരിയാവേണ്ടാണത്. എനിക്കത് അത്ര നന്നായിട്ട് കെട്ടാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടല്ല അമ്മേനെ അച്ഛൻ കെട്ടിയത്. അമ്മയ്ക്ക് നന്നായി കെട്ടാറിയാണെങ്കിൽ അച്ഛൻ എല്ലാം അറിയില്ല, ചിലതൊക്കെ കഴിഞ്ഞു പോകും. എന്നാലും ടേസ്റ്റ് ആണ് അത്. അതെ 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 അത് ഞാൻ സമ്മതിച്ചു. താളിൽ കിടന്ന് ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. അല്ല അമ്മയ്ക്ക് ഇത് ഇങ്ങനെയുള്ള കറി എനിക്ക് ഇഷ്ടമാണ്. ഇത് നല്ല രസമാണ്. അല്ല ഈ കറികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് നല്ലൊരു കറിയാണ്. ബാക്കിയെല്ലാം നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ അവനവൻ്റെ മുറ്റത്ത് തന്നെ കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ അതിൻ്റെതായ പ്രോട്ടീൻസ് അതിന് ഉണ്ടാവും. വെറുതെ ആയിരിക്കില്ല. പണ്ടത്തെ കാലത്തെ കാരണന്മാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യമായിട്ട് ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നവരൊക്കെ അവരൊക്കെ 80-90 കണ്ടിട്ടുണ്ട്. നല്ല സ്ട്രോങ് അല്ലേ? ഇപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടണോ? അതൊക്കെ അല്ല പിന്നെ നമ്മുടെ ഈ വളട്ട കുറേ എന്താ മരുന്നും ഒക്കെ അടിച്ച പല സാധനങ്ങളല്ലേ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് കൂട്ടുന്നത്. പിന്നെ പഴയ വണ്ടിയുടെ മൈലേജൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എവിടേക്കും പോകണ്ട, ഇവിടേക്ക് വന്നിട്ട് ഈ അമ്മേനെ നോക്കിയാൽ മതി. കണ്ടില്ല, മൈലേജ് ഉണ്ട് വണ്ടി എടുക്കുക ഉണ്ടാവും, ഉറപ്പാണ് അതിന്. കാരണം അന്നത്തെ ഈ ഭക്ഷണമൊക്കെയാണ് അവർ കഴിക്കണ്ടായിരുന്നത് അല്ലമ്മ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അമ്മ ഇപ്പം എനിക്ക് ഇതൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ട് അങ്ങനെ പറയരുത്. എന്തറിയോ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരുന്നു ഇഷ്ടം. അങ്ങനെ പറയരുത്. അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. എന്റെ വീട്ടിൽ ആങ്ങളമാരെല്ലാവരും ഞാൻ സമ്മതിക്കില്ല അത് വാക്ക്. എന്തിനാ ചോദിക്കും? എൻ്റെ അമ്മയ്ക്കും ഇത് ഇഷ്ടമാണല്ലോ. പിന്നെ അങ്ങനെ അമ്മയുടെ അമ്മയ്ക്ക് മാത്രം ഇഷ്ടം എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അല്ല, എന്റെ അമ്മയുടെ ആണല്ലോ ഞാൻ, അങ്ങനെയാണല്ലോ ഞങ്ങള്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികൾക്കും ഇത് ഇഷ്ടമാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, എന്റെ വീട്ടിൽ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഈ ചേമ്പും തണ്ട്, ചേമ്പും താട്, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര. അതെന്താ കാരണം അറിയോ? അവർ ഈ എന്തൊക്കെയോ നിങ്ങളുടെ അച്ഛൻ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് ഇടുമായിരുന്നില്ല. അതൊക്കെ തിന്ന് മടുത്തിട്ട് അവസാനം ചേമ്പും തണ്ട്, താള്, അതൊക്കെ സംഭവങ്ങളോ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിലെന്തെങ്കിലും രുചിയുണ്ടോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. അല്ലാണ്ട് അവർ ആഗ്രഹം കൊണ്ട് വന്നതല്ല. കാരണം എല്ലാ ദിവസവും ഇറച്ചി മീൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ഇറച്ചി മീനും ബേക്കറി സാധനങ്ങളും ഹോട്ടലത്തെ സാധനങ്ങളും മിക്കവാറും ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പാർട്ടി കാര്യങ്ങൾ അത് ഇത് ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ വലിയ VIP വരുമ്പോൾ ചേമ്പും മത്തനൊന്നും കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ തിന്നു മടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് വായര് വേറെ എന്തെങ്കിലും തിന്നാൻ തോന്നുമ്പോഴാണ് ഇതിലേക്ക് വന്നത്. അങ്ങനെയല്ല, അവിടെ ടൗണിൽ ഇതൊന്നും കിട്ടില്ല. അതൊരു കാരണമാണ്. അതന്നെ ഇതൊന്നും രണ്ടും ഒന്നെ അപ്പോഴാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം കിട്ടും. അപ്പൊ അതെല്ലാം അമ്മ വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പുറമേ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതെന്തോ വേറൊരു ലോകത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ട് എന്ന് തിന്ന് മടുത്തില്ലേ, എന്തെങ്കിലും പുതുമ തിന്നാ. ഇപ്പൊ എത്ര ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇതോ ഞങ്ങൾ വീട്ടിലെ പറയും. പക്ഷെ ഞങ്ങളുടെ മക്കൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെട്ട് വെച്ചിരുന്നു. അതെന്താ കുഴപ്പമറിയോ? നിങ്ങളുടെ അച്ഛനും അമ്മ എന്തിനും വില കുറച്ച് കാണുന്നത് എല്ലാ ഭക്ഷണത്തിനും അതിൻ്റെ വില കൊടുക്കണം പറഞ്ഞു. എൻ്റെ അമ്മ അത് പറയാൻ മറന്നു. നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞല്ലോ, അങ്ങനെയല്ല പറഞ്ഞല്ലോ. മര്യാദക്ക് ഇത് കഴിച്ച ഇതാ ഉള്ളത് നിനക്ക് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് വേണ്ട, 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം എന്നാ പിന്നെ എനിക്ക് ചോറ് വേണ്ട. എന്നെ അപമാനിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേണ്ട, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാം. അമ്മ എന്തായാലും വിളിക്കും, നിങ്ങൾ വന്നോളൂ കേട്ടോ. നല്ല കറിയാണ്. അപ്പഴേ ഈ താളും ചേമ്പും നിങ്ങൾ വരില്ലേ? ഒന്ന് പറയൂ, സത്യം പറയൂ. നിങ്ങൾ വരും കേട്ടോ. നിങ്ങൾ ഉള്ള പൈസയൊക്കെ ചെലവ് ചെയ്തിട്ട് ഒരു ആനേനെ മേടിക്കാനുള്ള കാശ് ചെലവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചേമ്പുന്നിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ. അതിന്റെ കൂടെ നിങ്ങളുടെ തലച്ചോറിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്തു കളയാനൊരു മിഷൻ ഇവിടെ ഉണ്ട്. അതിന്റെ പേരാണ് അബുജാക്ഷി. അതിനെയും കണ്ടിട്ട് നിങ്ങൾ പൊക്കോളൂ. ഇനി ഒരു 5 മിനിറ്റ് അമ്മ ഞൊണ്ടത് കാണണമെങ്കിൽ ഞാൻ വീഡിയോ ലോങ് ആയിട്ട് പിടിക്കാം. വേണ്ട, ഒന്ന് ഇങ്ങോട്ട് നടക്കും, ഒന്ന് ഫ്രണ്ടിലേക്ക് വരും, ഒന്ന് കാണട്ടെ നമ്മുടെ കുടുംബല്ലേ. വേണ്ട അല്ല, ഒന്ന് ഇങ്ങോട്ട് വരും. ഒരിക്കൽ കാര്യം പറയാനാണ്. കണ്ട പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അമ്മയും. അപ്പൊ ഉമ്മയൊന്നും കൊടുക്കുന്നില്ല. ഉമ്മ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യണവർ നോക്കുകയാണ് നടക്കണം കാണിക്കുമെന്ന് എൻ്റെ ഭാഗം.